ഹായ് ഹലോ മോംസ് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിതാ ഒരു 2 തക്കാളി, നല്ല പഴുത്ത 2 തക്കാളി ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് മൺചട്ടിയിലാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഈ മുളകിന് സാമാന്യ എരിയുണ്ട്, അപ്പോൾ ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്ന് ആ വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊന്ന് മാറി കിട്ടട്ടെ. ഇപ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്, നല്ല പഴുത്ത തക്കാളിയാണ്. ഒരുപാട് വെന്തുടയൊന്നും വേണ്ട, എന്നാലും സാമാന്യം വേവയും വേണം. അപ്പോൾ ആ തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മോര് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതും ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി കുശാലായി ഊണ്. അപ്പോൾ ഞാനിതാ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒത്തിരി വേണ്ട. ഒരു 1/4 ടീസ്പൂണ് ഒക്കെ മതിയാവും ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂപ്പിച്ചതിന് ശേഷം ഞാനിവിടെ തൈര് അടുത്ത് നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലല്ല, ഞാൻ കൈകൊണ്ട് തന്നെ നല്ലപോലെ കട്ടയുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം എത്ര ലൂസ് വേണമെന്ന് വെച്ചാൽ കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ ആളുള്ളത് കൊണ്ട് 10 പേർക്ക് കണക്കാക്കിയാണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഇച്ചിരി വെള്ളമായിട്ടാണ് വെച്ചേക്കുന്നത്, ഒരുപാട് കട്ടിക്കല്ല വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായാൽ മാത്രം മതി. മൺചട്ടിയാണ്, അപ്പോൾ ഒത്തിരി ചൂടായാൽ തിളച്ച് പോകും. അത് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തു. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം, പച്ച ഉലുവ. അതും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് നല്ലപോലെ മൂത്ത് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടട്ടെ. അതിനുശേഷം നമുക്ക് ഒരു 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. ഉള്ളി കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ 2 വറ്റൽമുളകും പിച്ചിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ താളിപ്പ് നമുക്കിനി മോരിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ജലദോഷവും അതുപോലെ തന്നെ ശ്വാസം മുട്ടും ചുമയും അസ്വസ്ഥതകളൊക്കെ ഉണ്ട് കേട്ടോ. അതാ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്ക്കുന്ന തൊണ്ടയ്ക്ക് വല്ലാത്ത അസ്വസ്ഥയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് തുറന്ന് വയ്ക്കാതെ കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് ആ മണമൊന്നും പോവാതെ കുറച്ച് നേരം അങ്ങനെ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് തുറന്ന് അത് ഉപയോഗിക്കാം. അപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി മോരുകറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.